നമ്മളിങ്ങനെ പാപങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഞാനിങ്ങനെ ഫുൾ പാപത്തിനടിമയാണ്, എന്നെക്കൊണ്ടൊന്നും മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ഒരു മനസ്സിലൊരു ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, ഐ എം സ്റ്റക്ക്, എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ ഉള്ളിലൊരു തോന്നലുണ്ടോ? അങ്ങനെയാണ് വചനം റോമ 5:20, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. നമുക്കിങ്ങനെ ഒരുപാട് പാപങ്ങളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എനിക്ക് കൃപയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അതായത് എനിക്ക് എത്രമാത്രം പാപമുണ്ടോ അത്രമാത്രം ആഴത്ത് ഞാൻ അനുദപിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം കൃപ എനിക്ക് കൊടുക്കും. എത്രമാത്രം പാപമുണ്ടോ അത്രമാത്രം ഗ്രാവിറ്റിയിൽ ഞാൻ അനുദപിച്ച് കഴിയുമ്പോൾ, അത്രമാത്രം ഗ്രാവിറ്റിയിൽ ഞാൻ പശ്ചാത്തലിച്ച് കഴിയുമ്പോൾ കൃപ അതിൻ്റെ അൺലിമിറ്റഡ് ആയിട്ട് നമ്മളെ കൊടുക്കും. ഈ പൗലോസ്ലിഹ സാവൂള് പോലീസെ മാത്രം ഓർത്താൽ മതി, ഇത്രമാത്രം പാപത്തിന് ഗ്രാവിറ്റി ഇരുന്ന മനുഷ്യൻ അങ്ങനെ ആ ഗ്രാവിറ്റിയിലിരുന്ന് ആ മനുഷ്യന് അതിൻ്റെ ഗ്രാവിറ്റിയിൽ കൃപ കൊടുക്കുകയാണ്, അത്രയും ഗ്രാവിറ്റി കൃപ കൊടുക്കുകയാണ്. സോ ചങ്ക് പൊട്ടിക്കരയുക. പാപത്തിൽ ഇങ്ങനെ ആരോട് അധികം ക്ഷമിക്കപ്പെടുന്നു അവൻ അധികം സ്നേഹിക്കപ്പെടുന്നു എന്ന വചനം. അപ്പം നമ്മൾ എത്രമാത്രം പാപത്തിൽ കിടക്കുന്നോ അത്രമാത്രം വിഷമം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈശോയുടെ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. റോമ 5:20, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. ആമേൻ.